ഏകദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തുമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. പരിശുദ്ധാത്മശക്തി വെളിപ്പെടുന്നത് കാണുവാനായിട്ട് കാത്തിരിക്കുന്ന നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവെ ആദിയോടന്തം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുമായി ബഹുമാനപ്പെട്ട ഐസപ്രാസച്ചൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്ക് തന്നെ ആമേൻ. എൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദിയും നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. മഹാപരിശുദ്ധനും നിത്യനും കരുണാസമ്പന്നനുമായ കർത്താവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനുള്ള കൃപയും പ്രാപ്തിയും, ഞങ്ങൾ ബലഹീനരാണെന്നുള്ള ചിന്തയും അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നുള്ള അപേക്ഷയും ഒത്തുചേർന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സംഗമത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും, അവർ ഉൾപ്പെടുന്ന ഭവനങ്ങളെയും ദേവാലയങ്ങളെയും നയിക്കുന്ന അഭിഷിക്തന്മാരെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവിനെയും സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപയും കടാക്ഷവും ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകി ഓരോ ജീവിതവും മുന്നോട്ട് നയിക്കപ്പെടുവാനുള്ള സ്വർഗീയമായ പ്രേരണ ഞങ്ങൾക്കുണ്ടാകണമേ. വചനം സംസാരിക്കുന്ന വൈദികനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനിശ്ചയങ്ങളും ദൈവകൃപയും അപാരമായി നൽകണമേ. ഞങ്ങളെ കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തുമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട ഭിന്നേതരുള്ള അച്ഛനെയും സമർപ്പിക്കുന്നു. ഇന്ന് വെസ്റ്റ് റീജിയൺ ആണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആ റീജിയണിലുള്ള എല്ലാ ദൈവാലയങ്ങളിലെ ഭരിച്ചു നടത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരും മർത്തോറിയം സമാജം ഭാരവാഹികളും ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാവരെയും ദേവസ്ഥാനത്തിൽ ഒന്നുകൂടി സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പോൾ പാട്ട് പാടും. ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇന്ന് പാടുന്ന പാട്ട് സങ്കീർത്തനങ്ങൾ 46 അധ്യായം 1 വാക്യത്തിൽ നിന്നുമാണ്. ഇന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് സ്തുതിഗീതം പാടാൻ അവസരം തന്നത് തന്നെ ഈ വാക്കുകൾക്ക് അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. Because 2 days ago I was coming down with a cold. I asked our Mrs. Elizabeth Tharagan to pray for me so I'll have a voice. So forgive me if I make എൻ്റെ രാഗവും താളവും ഒന്നും ശരിയായില്ലെങ്കിലും ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമായിരിക്കട്ടെ. ആൻഡ് ഇറ്റ് റീഡ്സ്, നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. So my prayers for us to taste it. ഒരു വാതിലടയുമ്പോൾ മറുവാതിൽ തുറന്നിടാൻ എന്നേശു മതിയായവൻ. നിലയില്ലാതാഴത്തിൽ മുങ്ങിപ്പോകാതെന്നെ കരം പിടിച്ചുയർത്തിടും ബലവാനവൻ.
അവൻ മാത്രം എന്നാശ്രയം. അവനെന്റെ കോട്ടയും അവനൻ സങ്കേതവും അവനെന്റെ രക്ഷയും എൻ ശൈലവും അവനെന്റെ സർവസ്വവും. അവനെനിക്കെന്നും എല്ലാമെല്ലാം. തളരാതെ നയിച്ചിടാൻ ഉലയാതെ വഹിച്ചിടാൻ എന്നാഥനെപ്പോഴും അരികിലുണ്ട്. ആരും സഹായമായി ഇല്ലെന്നു തോന്നുമ്പോൾ ഒരുക്കിടും ഫ്രൈഡേ പ്രയർ സഹായമായി ഒരുക്കിടും ദൂതരെ സഹായമായി. അവനെന്റെ കോട്ടയും അവനും സങ്കേതവും അവനെന്റെ രക്ഷയും എൻ ശൈലവും അവനെന്റെ സർവസ്വവും. അവനെനിക്കെന്നും എല്ലാമെല്ലാം. രോഗദുഃഖത്താലൻ ദേഹം ക്ഷയിക്കുമ്പോൾ സുഖം നൽകും നാഥനൻ അരികിൽ വരും. കണ്ണീർ തുടച്ചിടും സൗഖ്യം പകർത്തിയിടും തിരുമാർവിൽ എന്നെ ചേർത്തണയ്ക്കുമാവൻ. തിരുമാർവിൽ എന്നെ ചേർത്തണയ്ക്കുമാവൻ. ഒരു വാതിൽ അടയുമ്പോൾ മറുവാതിൽ തുറന്നിടാൻ എന്നേശു മതിയായവൻ. നിലയില്ലാതാഴത്തിൽ മുങ്ങിപ്പോകാതെന്നെ കരം പിടിച്ചുയർത്തിടും ബലവാനവൻ. അവൻ മാത്രം എന്നാശ്രയം. അവനെന്റെ കോട്ടയും അവനൻ സങ്കേതവും അവനെന്റെ രക്ഷയും എൻ ശൈലവും അവനെന്റെ സർവസ്വവും. അവനെനിക്കെന്നും എല്ലാമെല്ലാം. ഗോഡ് ബ്ലെസ്. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പോളിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രൊഫഷൻ കൊണ്ടും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ സാധിച്ച ഒരു വ്യക്തിയും പാട്ട് പാടുമ്പോൾ ദൈവം തന്നാൽ മാത്രമേ ശബ്ദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂവെങ്കിലും ആ ശബ്ദത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കൊടുത്ത അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയും ഈ വെസ്റ്റ് റീജിയണിലെ ധാരാളം പേര് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം തമ്പുരാനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുന്നവരുണ്ടെന്ന് പ്രൂവ് ചെയ്ത ഓരോരുത്തരായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പോളിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബൈബിൾ റീഡിംഗ് ആവുന്നു. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാനായി നാം ഇരിക്കുന്ന സമയമാകുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സസ് 1 to 11. പ്രിയപ്പെട്ട എമിലി ജോൺ ആണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്,
പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ബാറയ്ക്കുമോ. പ്രിയപ്പെട്ട എം ജി ജോണിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൗമ്യയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പാർക്കുമോ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയായ നിയമർത്തമറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാർക്കുമോർ ദൈവമായ കർത്താവേ, അനുതാപത്താലും മനസ്സ് തെരുവിന്റെ കണ്ണുനീരുകളാലും ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. സകല മാലിന്യങ്ങളിൽ നിന്നും പാപത്തിന്റെ അഴുക്കിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവവുമേ, എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ആയുഷ്കാലം എല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്ദിക്കുകയും നിന്റെ തിരുനാമത്തിന് സ്തോത്രം പാടുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ യാതനകൾക്ക് നിന്റെ കരുണയുടെ ഭണ്ഡാരപ്പുര തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടു തീർക്കുവാൻ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ നിരപ്പും സമാധാനവും ദൈവത്തോടുകൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചുകൊള്ളണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവനും ആകണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ആയിരിക്കണമേ. പാപവികാരങ്ങളെ നീക്കിക്കളയുന്നവനുമാകണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിക്കണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരും അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. അത് ദൈവമാതാവായ മറിയാമിന്റെയും നിന്നെ ഇഷ്ടപ്പെടുത്തുന്നവരായ സകല ശുദ്ധിമാന്മാരുടെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും ബൗദ്ധ്യാരന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. ബഹുമാനപ്പെട്ട ഐസക്രാസിന്റെ പ്രവർത്തനങ്ങളോടും എല്ലാ ശുശ്രൂഷകളോടും കൂടി ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അച്ഛനോടൊപ്പം ചെയ്ത ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും നാം ചൊല്ലിയപ്പോൾ നാം ഇരിക്കുന്ന ഇടം മാത്രമല്ല, നമ്മുടെ ഭവനങ്ങൾ മാത്രമല്ല, ഇടവക മാത്രമല്ല, സമൂഹം മാത്രം, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് ശുദ്ധീകരണവും ഒപ്പം ഇന്നിപ്പോ ആശയോടെ പ്രതീക്ഷയോടെ അനേകർ നമ്മളോട്
ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥനയിൽ റിക്വസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. സർജറി നടക്കുന്നവരുണ്ട്, പല വിധത്തിലുള്ള മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ബുദ്ധിമുട്ടിലിരിക്കുന്നവരുണ്ട്. അവരെല്ലാം സൗഖ്യമാകുന്നതിന് നമ്മുടെ കുറ്റവും കുറവുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ കൈക്കൊള്ളണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴേ നമ്മുടെ സിനു മോസസിന്റെ ഒരു പ്രാർത്ഥനയോടുകൂടി പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. ആന്റി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫ്രൈഡേ പ്രെയർ നമ്മളുടെ ഗോഡ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പാടാനായിട്ട് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ, അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റിന്റെ പാട്ടാണ്. ആൻഡ് ഓൾസോ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബിൻ അവർ ലൈഫ്സ് ആൻഡ് ഗൈഡ് us, and I really thank for this opportunity. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. നിൻ ജനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ. നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. God bless us all. പ്രിയപ്പെട്ട സിനമാസിനെ പ്രത്യേകം അനുഗ്രഹിക്കണേ, കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരുടെയും നല്ല പ്രവൃത്തികളുണ്ടോ ഒന്നും അവകാശപ്പെടാൻ നമുക്കില്ല. എങ്കിലും കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അടുത്തായിട്ട് ധ്യാനപ്രസംഗമാകുന്നു. വചനം നമ്മെ സൗഖ്യപ്പെടുത്തണം, നമ്മെ ശുദ്ധീകരിക്കണം. ഏത് അവസ്ഥയിലും നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് സഹായിക്കണം. പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ധ്യാനപ്രസംഗം നടത്തുന്ന അച്ഛനു വേണ്ടിയും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കണം. ബഹുമാനപ്പെട്ട ഐസക് പ്രകാശ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബെന്നി കുരുവിള അച്ഛനെ സ്വാഗതം ചെയ്യുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ.
അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയങ്കരനും ബഹുമാനപ്പെട്ട ബിന്നി മണത്തറ കുരുവിള അച്ഛൻ, MMVSന്റെ വിവിധ ശ്രേണികളിൽ നേതൃത്വം നൽകിയവരും ഇപ്പോൾ നേതൃത്വം നൽകുന്നവരുമായ പ്രിയപ്പെട്ട എല്ലാ വനിതകളുമേ, ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട എബി അച്ഛൻ നാട്ടിൽ പോയിരിക്കുന്ന ഒരു സന്ദർഭമായി നിൽക്കുന്നത് കൊണ്ട് അവിചാരിതമായി വീണുകിട്ടിയ ഒരു നല്ല സന്ദർഭമായിട്ട് മാത്രം ഞാൻ ഇതിനെ പരിഗണിക്കുന്നു. ചിലപ്പോഴൊക്കെ കയറണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും മിക്കപ്പോഴും സാധിക്കാതെ വരുന്നു. എങ്കിലും ഇത് ദൈവം നൽകിയ ഒരു അവസരമായിട്ട് കാണുകയാണ്. മെയ് മാസത്തിന്റെ 1-ാം ദിവസമാണെന്ന്. 5-ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. കഴിഞ്ഞ 4 മാസം 2026 നമുക്ക് എന്ത് ലഭിച്ചു, എന്തൊക്കെ നഷ്ടമായി, എന്തൊക്കെ നമ്മൾ വീണ്ടെടുത്തു, എന്തൊക്കെ ക്രമീകരിച്ചു, എന്തൊക്കെ ക്രമപ്പെടുത്തി, ഇതൊക്കെ ചിന്തിക്കാനുള്ളൊരു സന്ദർഭം കൂടിയാണ്. പ്രത്യേകിച്ച് ബിന്നി അച്ഛനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ട ഒരു നല്ല വൈദികനാണ്. നാട്ടിലായിരിക്കുമ്പോഴേ അച്ഛനെ അറിയാം. എൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ കാണാനും അച്ഛൻ്റെ വീട് സന്ദർശിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. പിന്നീട് ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ പ്രവർത്തിക്കുമ്പോഴും പല പ്രാവശ്യവും കണ്ടു. പിന്നീട് കാനഡയിലെത്തി. ഞാനും 10 വർഷം മുമ്പ് ഇവിടെ എത്തുമ്പോൾ അതേ തുടർന്നാണ് പ്രിയപ്പെട്ട അച്ഛൻ MMVSന്റെ വൈസ് പ്രസിഡന്റായി വളരെ ഭംഗിയായി ഒരു കാലഘട്ടം ഈ സംഘടനയെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് നയിച്ചത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഒപ്പം ഭദ്രാസനത്തിന്റെ കൗൺസിൽ മെമ്പറായിട്ടും ഒക്കെ പ്രവർത്തിച്ചു. ഇപ്പോൾ ദൈവനിശ്ചയപ്രകാരം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തി ഫ്ലോറിഡയിൽ അച്ഛൻ സേവനം ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഇന്നത്തെ സന്ദേശം ദൈവകൃപയിൽ നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അച്ഛന് നേർന്നുകൊണ്ട് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം ഈ മെയ് മാസത്തിന്റെ 1-2 പ്രത്യേകതകൾ, നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് അറിവുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. മെയ് മാസം എന്ന് പറയുമ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു മെയ് ഫ്ലവർ പൂക്കുന്നൊരു സമയമാണ്. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം സമ്മർ വെക്കേഷന്റെ ഒരു അതിശക്തമായ വേനൽ ചൂടിന്റെ കാലഘട്ടമാണ്. ഇവിടെയും വേനൽ ആരംഭിക്കാനുള്ളൊരു കാലഘട്ടമാണെങ്കിൽ തന്നെയും കാത്തലിക് സഭ ഈ മെയ് മാസത്തെ കാണുന്നത് മന്ത് ഓഫ് മദർ മേരി, കാത്തലിക് സഭയുടെ ആദർശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ സമ്മാനിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാത്തലിക് സഭ ദൈവമാതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുവാനായിട്ട് ഒരു മാസം പല കാലഘട്ടങ്ങൾ മാറ്റിവെക്കുന്നതിൽ ഒരു പ്രത്യേക കാലഘട്ടമായിട്ട് ഇതിനെ എടുക്കാറുണ്ട്. ഒപ്പം റോമൻ ദേവതയായ മേയ എന്ന് പറയുന്ന ഒരു ദേവതയുടെ പേരിൽ നിന്നാണ് ഈ മെയ് മാസം കടന്നു വന്നത്. അതിൽ നിന്നും അവരുദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ മന്ത്, ഇറ്റ് റെപ്രസെന്റ്സ് ഫെർട്ടിലിറ്റി, ഗ്രോത്ത് ആൻഡ് നേച്ചേഴ്സ് ഫ്ലറിഷിംഗ്. പ്രപഞ്ചവും സമൃദ്ധിയും അല്ലെങ്കിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും മാതൃത്വത്തിൽ അനുഗ്രഹങ്ങൾ കൂടുതൽ വർഷിക്കുന്നതുമായൊരു മാസമായിട്ടൊക്കെ അവരതിനെ കാണാറുണ്ട്. ഇതെല്ലാം മെയ് മാസത്തിന്റെ പ്രത്യേകത. അഗെയിൻ ദിസ് ഈസ് ദ 5th മന്ത് ഓഫ് ദ ഇയർ. അതിനെ സഭ അല്ലെങ്കിൽ പിതാക്കന്മാർ ചിത്രീകരിക്കുന്നത് സംതിങ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേസ് ആൻഡ് ഡിവൈൻ ഇന്റർവെൻഷൻ ആൻഡ് ദ ഫ്ലറിഷിംഗ് ഓഫ് ഗുഡ്നെസ്. അപ്പൊ ഒത്തിരി നന്മകൾ വരാനുള്ളൊരു മാസത്തിന്റെ ആദ്യം ബെന്നിയച്ചൻ പ്രസംഗിക്കാൻ പോവുക. അപ്പൊ ഒട്ടും കുറയാതിരിക്കട്ടെ, എല്ലാ നന്മകളും നമുക്ക് ലഭിക്കാൻ, പ്രത്യേകിച്ച് അമ്മമാര് കൂടിയിരിക്കുന്നത് കൊണ്ട് ഈ മെയ് മാസത്തിന്റെ പ്രസക്തി അല്പം കൂടെ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ട അച്ഛനെ നല്ലൊരു ആശയം പങ്കുവെക്കാനായിട്ട് ഇതിന്റെ ചുമതലക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഷിനിയാണ് ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ചത്. ഷിനിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. എലിസബത്ത് ആന്റിയെ കാണാൻ പറ്റി. ശാന്തമ്മേന്റെ മുഖം ഇതിനകത്തുണ്ട്. പിന്നെ ധാരാളം നല്ല മുഖങ്ങളുണ്ട്. ഞാൻ ആരെങ്കിലും പേര് പറയാതെ പോയാൽ അവരെ വിസ്മരിച്ചത് കൊണ്ടല്ല, അവരെല്ലാം എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. സന്തോഷം നിങ്ങളെല്ലാം കാണുന്നതിലും. പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ദൈവകൃപയുടെ അപാരമായ ശക്തിയോടുകൂടി അച്ഛന് സന്ദേശം നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പറയുന്നത് കേൾക്കാമോ അച്ഛാ? ക്ലിയർ ആണോ? കേൾക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, എലിസബത്ത് ആന്റി, ഷിന്നി, ഷീന, മുൻകാല പ്രവർത്തകരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.
ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. ഉയർപ്പിന് ശേഷമുള്ള ഞായറാഴ്ചകളൊക്കെ നാം വായിച്ച് കേൾക്കുന്ന വേദഭാഗം പുനരുദ്ധാനം ചെയ്ത കർത്താവ് വിവിധ സന്ദർഭങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ പ്രതീക്ഷകളും തകർത്തു എന്ന് നമുക്കറിയാം. തുടർന്ന് അവരുടെ നിസ്സഹായതയും ശൂന്യതാബോധവും ഭയവും എല്ലാം വെളിപ്പെടുത്തുന്നതാണ് അവരുടെ തുടർന്നുള്ള ദിവസങ്ങൾ. അവർക്കറിയാം കർത്താവിനെ ക്രൂശിച്ച ഈ ലോകത്തിൻ്റെ ശക്തികൾ തങ്ങളെയും തീർച്ചയായിട്ടും പിന്തുടരും എന്നവർക്കറിയാം. അങ്ങനെ പേടിച്ചരണ്ട് ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയാതെ ഇരിക്കുന്ന ഒരു സമൂഹത്തിനാണ് യേശു തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പ്രത്യക്ഷീകരണം അവർക്ക് ഒരു പുതിയ ജീവൻ പകർന്നു നൽകി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിന് അത് ഉതകുന്ന കാര്യവുമാണ്. തുടർന്ന് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുന്നു. അതിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഭയപ്പാടില്ലാതെ ഏത് സഹനവും തൻ്റെ നാഥനു വേണ്ടി അവരെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുന്നു. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. ഇതിനുള്ള ശക്തി അവർക്ക് ലഭിച്ചത് മരണത്തെ ജയിച്ച യേശു തമ്പുരാനിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. തങ്ങളോടൊപ്പം കയ്യെത്തുന്ന ദൂരത്തുണ്ടായിരുന്ന നാഥന്റെ സാന്നിധ്യം അവര് അനുഭവിച്ചതിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്ക് വേദനയുണ്ടായി. എന്നാൽ ആ സാന്നിധ്യം വീണ്ടും തങ്ങളെ വലയം ചെയ്യുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവര് വീണ്ടും തിരിച്ചു വരുന്നു. പുതു ഞായറാഴ്ചയിൽ നമ്മൾ കാണുന്നത് മാർത്തോമാ ശ്ലീഹായുടെ ക്രിസ്താനുഭവത്തെക്കുറിച്ചാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടപ്പോൾ, ആ കർത്താവിനെ സ്പർശിച്ചപ്പോൾ, ആ മുറിവുകളുടെ ആഴം മനസ്സിലാക്കിയപ്പോൾ മാർത്തോമാ ശ്ലീഹ ആത്മീയ ആനന്ദം കൊണ്ട് നിറഞ്ഞു. അത് അവിടുത്തെ വാക്കുകളിൽ നമുക്ക് വ്യക്തവുമാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ നാഥനും എൻ്റെ കർത്താവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടെ ഇടയാകുന്നുണ്ട്. നമ്മുടെ ഏത് വിശ്വാസവും ഈ ഒരു വ്യക്തിപരതയിൽ ഉള്ളതല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം ശുഷ്കമാണ്. ഒരു ദൈവാനുഭവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം അത്രമാത്രം ശക്തമായിട്ട് ആയിരിക്കും. വിശ്വാസത്തിന്റെ ശ്രേഷ്ഠ മാതൃക എടുത്തു പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതവുമായി, വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചില ആശയങ്ങൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചില ആശയങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസികളുടെ പിതാവ് എന്ന പേര് അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു അബ്രഹാമിൻ്റെത്. ദൈവജനത്തെ പൊതുവായി വിശേഷിപ്പിക്കുന്ന പദം അബ്രഹാമിന്റെ സന്തതികൾ എന്നാണ്. സഖായുടെ ഭവനത്തിൽ കർത്താവ് പ്രവേശിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. വീണ്ടും കൂനിയായ സ്ത്രീയെ ശാപത്തിൽ സൗഖ്യപ്പെടുത്തുമ്പോൾ അതിനെ വിമർശിച്ച പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് പറയുന്നത് തന്നെയാ. 18 സംവത്സരമായി ആകൽ കറുസായാൽ ബന്ധിക്കപ്പെട്ടവളും അബ്രഹാമിന്റെ സന്തതിയുമായി ഇവളെ ഈ ശാപത്ത് നാളിൽ ഈ ബന്ധനത്തിൽ നിന്ന് നാം മോചിപ്പിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് അബ്രഹാമിന്റെ മക്കൾ എന്ന പദവി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്നാണ് അടിവരയിട്ട് ഓർപ്പിക്കാനായിട്ടുള്ളത്. അബ്രഹാമ്യ വിശ്വാസത്തിന്റെ ആഴമായ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായ ഒരു ജീവിതം നയിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ഓർക്കുന്നു. എന്താണ് അബ്രഹാമ്യ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത? ഒന്നാമതായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ദൈവത്തിന്റെ അരുളപ്പാടുകളോട് അനുകൂലമായി പ്രതികരിക്കുന്ന വിശ്വാസമായിരുന്നു. ദൈവഹിതത്തിന് അതെ എന്ന് പറയുവാൻ, ആമീൻ എന്ന് പറയുവാൻ കഴിയുന്ന വിശ്വാസം. ദൈവം പറയുന്നവ അല്പം പോലും മായം ചേർക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ അനുസരിക്കാനുള്ള സന്നദ്ധതയാണ് നമുക്ക് അബ്രഹാമിൽ കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണല്ലോ ആ ഭാഗമൊക്കെ പറയുന്നത്. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട്
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശം ഏതാണെന്നോ അഡ്രസ് ഏതാണെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. എന്നാലും അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് എടുത്ത് ചാടുന്നുണ്ട്. ഫെയ്ത്ത് ഈസ് ദ പവർഫുൾ ഫോഴ്സ് ഇൻ അവർ ലൈഫ്സ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിലീവിംഗ്, ഇറ്റ് ഈസ് ട്രസ്റ്റിംഗ് ഈവൻ വെൻ ദ എഹഡ് ഈസ് അൺക്ലിയർ. മുമ്പിലുള്ളത് അവ്യക്തതയാകാം, അന്ധകാരമാകാം. എന്നാൽ വെളിച്ചമുള്ള വിശ്വസ്തയോടെ, നമ്മളുള്ള വിശ്വാസത്തോടെ എടുത്തു ചാടുവാൻ കഴിയുന്ന വിശ്വാസമാണ് അബ്രഹാമിന്റെ. അബ്രഹാം ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അറിയാത്ത ദേശത്തിലൂടെയുള്ള യാത്ര അപകടം പിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പോലെ GPS-ഓ അവിടെ ചെല്ലുമ്പോൾ കാത്തു നിൽക്കാൻ ആളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. പ്രതിഫലമോ വാഗ്ദത്തമോ ഒന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ 12-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവിടെ വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. കനാൻ ദേശം മുഴുവൻ ദൈവം വാഗ്ദത്തമായിട്ട് അവന് കൊടുക്കുന്നു. അത് അനുസരണത്തിന്റെ പ്രതിഫലമാണ്. വാഗ്ദത്തം ദൈവത്തിന്റെ അരുളപ്പാടിനോട് പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ അനുസരണത്തിന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് ഈ വാഗ്ദത്തം എന്നുള്ളത് നാം ഓർക്കണം. എബ്രായ ലേഖനത്തിൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ആൻഡ് കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. ആശിച്ചത് കിട്ടും എന്നുള്ള ഉറപ്പോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം. പൂർവികർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ സാധിച്ചതുകൊണ്ട്. ഇസ്രായേൽ ജനതയുടെ പരാജയം, അവരുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് പൂർവികരെ നടത്തിയ ദൈവം തങ്ങളുടെയും ഭാവിയിൽ നടത്തും എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ കഴിയാതെ പോയതാണ്. പൂർവകാലത്തെ നടത്തിപ്പ് ഓർത്ത് വിശ്വാസത്തോടെ ഭാവിയിലേക്ക് നോക്കുവാൻ നമ്മളെയും ദൈവം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് പല സന്ദർഭങ്ങളിൽ തന്റെ ശിഷ്യന്മാരെ പോലും അവരുടെ അവിശ്വാസത്തെ ശാസിക്കുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ പുളിപ്പ് കൊണ്ടുവരാതിരുന്ന സന്ദർഭങ്ങളിലും വീണ്ടും നമുക്കറിയാം, കർത്താവ് വഞ്ചിയിൽ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ആഞ്ഞടിച്ചു. വഞ്ചി മുങ്ങുന്നത് പോലെയായി. കർത്താവ് അമരത്ത് ഇരുന്ന് ഉറങ്ങുക. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് തമ്പുരാനെ വിളിച്ച് ഉണർത്തിയപ്പോൾ കർത്താവ് എഴുന്നേറ്റ് ആദ്യം അവരുടെ അവിശ്വാസത്തെയാ ശാസിക്കുന്നത്. ഇത് പറഞ്ഞ് നമുക്ക് ഓർക്കാം, ഇവരുടെ ഇതെങ്ങനെയാ അവിശ്വാസമാകുന്നത്? കർത്താവിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ കർത്താവിനെ ഉണർത്തിയതും നാഥ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കാൽക്കൽ വീഴുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് ഇവർ കരുതി കർത്താവ് ഉറങ്ങി ഇരിക്കുമ്പോൾ, കർത്താവ് ഉറങ്ങുമ്പോൾ നിഷ്ക്രിയനാണ്, ഇല്ലെങ്കിൽ പ്രവർത്തനരഹിതനാണ് എന്നുള്ള ചിന്തയിലേക്കാണ് അവരുടെ മനസ്സ് പോകുന്നത്. കർത്താവ് അതിനെയാണ് തിരസുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. മയങ്ങുന്ന കർത്താവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സജീവനാണ്, സന്നദ്ധനാണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെയും വിശ്വാസത്തിന്റെ കുറവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള അധപ്പതിച്ച വിശ്വാസത്തിലേക്ക് നമ്മളും ആയിത്തീരാറില്ലേ എന്ന് നാം ഓർക്കണം. പലപ്പോഴും യുക്തിയും ഭക്തിയും തമ്മിൽ യോജിക്കാത്ത പല മേഖലകളുമുണ്ട്. ദൈവത്തിന്റെ ചിന്തയും മനുഷ്യന്റെ ചിന്തയും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. അത് പ്രായോഗികമല്ല. ദൈവത്തിന്റെ ചിന്ത പലപ്പോഴും പ്രായോഗികമല്ല എന്ന് നമുക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളിലുമുണ്ട്. ഏകജാതനായ പുത്രനെ ബലി കഴിക്കുക എന്നത് യുക്തിക്ക് തോന്നാം, ചേരാത്തതായിട്ട് തോന്നാം. കാരണം ഏതൊരുവൻ മുഖാന്തരമാണോ ലോകം അനുഗ്രഹിക്കപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളവനെ യാഗവസ്തുവായി യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണോ എന്ന് സംശയിക്കുവാനുള്ള സാധ്യത വളരെയുണ്ട്. അബ്രഹാം ആ ശബ്ദത്തെ യുക്തി കൊണ്ടല്ല അളക്കുന്നത്, അതിനെ ഭക്തി കൊണ്ട് തന്നെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. കാരണം ഭക്തിയിൽ യുക്തിയുടെ ഒരു അല്പം പോലും അംശയമില്ല. അങ്ങനെയുള്ളവർക്ക് വിശ്വസിക്കാനും സാധിക്കുകയില്ല. സഖറിയാ പുരോഹിതന്റെ ജീവിതവും നമ്മളെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദൈവ ശബ്ദത്തോട്, ദൈവത്തിന്റെ അരുളപ്പാടുകളോട്
അതെ ഇല്ലെങ്കിൽ ആമീൻ പറയുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിലേക്ക് വളരുവാൻ അബ്രഹാമിന് സാധിച്ചു. മാതാവും ആ ഒരു ജീവിതം തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. കർത്താവിന്റെ പീഡാനുഭവത്തിന് മുമ്പ് നാം കർത്താവും ഗത്സമനയിൽ നിന്ന് പ്രാർത്ഥിച്ചത് എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമർപ്പിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വിഷയമായി ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് അവനിൽ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം തമ്പുരാൻ ഒരു നാളും കൈവിടുകയില്ല. അബ്രഹാമിന്റെ ജീവിതം അതാണ് നമ്മളെ കാണിക്കുന്നത്. രണ്ടാമതായി അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രത്യേകത ത്യാഗപരമായിട്ടുള്ള വിശ്വാസമാണ്. ലോകത്തോടുള്ള ബന്ധത്തിൽ പലതിനെയും ഉപേക്ഷിക്കുവാനുള്ള മനോഭാവം. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിരന്തരമായി കാണുന്ന ഒന്നാണ്. യഹോവയായ ദൈവം ആവശ്യപ്പെടുമ്പോൾ സ്വന്തം നാട്, സ്നേഹിതർ, വേണ്ടപ്പെട്ടവർ, കരുതലോടെ പരിപാലിച്ച കൃഷിയിടങ്ങൾ ഇതെല്ലാം വിട്ട് പോകുവാൻ വളരെ വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇന്നത്തെ പോലെ ബാങ്ക് ഒന്നുമല്ല ഒരുവന്റെ ധനസമൃദ്ധി കാത്തു സൂക്ഷിക്കുന്ന കൃഷിയിടങ്ങളൊക്കെയാണ്. അങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ച കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുവാൻ പറയുമ്പോൾ അബ്രഹാമിന് വലിയ വിഷമമുണ്ട്. എന്നാലും ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇതിനെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവത്തിലേക്ക് അബ്രഹാം വരുന്നു. അത് തന്നെയുമല്ല, അബ്രഹാമിന്റെ വഴി യാത്രയിലൊക്കെ അനേകം കാര്യങ്ങൾ അബ്രഹാം ഉപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ ഒക്കും. ഫലഭൂയിഷ്ഠയുള്ള പ്രദേശം, സഹോദരപുത്രനായ ലോത്ത്, ഹാഗാർ, ഇസ്മായേൽ, ഇതൊക്കെ നമുക്കറിയാം പല സന്ദർഭങ്ങൾ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുമ്പോൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഉടനീളം ഈ ഉപേക്ഷിക്കലിന്റെ അനുഭവമാണ്. ശിഷ്യത്വത്തിന്റെ വലിയ കണ്ടീഷൻ തമ്പുരാൻ ഓർമ്മിപ്പിച്ചതും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുക. ശിഷ്യന്മാരും കർത്താവിനോടൊപ്പം ശിഷ്യന്മാരായിട്ട് കൂടുന്നത് വള്ളവും വലയും പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് പത്രോസ്ലീഹായോട് പറയുന്നു, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ലോകബന്ധങ്ങൾക്കുപരിയായി ലോകത്തിലെ എല്ലാത്തിനെക്കാട്ടിലും പൂർണ്ണമായി നിനക്ക് ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുപോലെ സ്നേഹിപ്പാൻ, മാമോനെയും ഒരുപോലെ സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവ് തന്നെ ഓർപ്പിക്കുന്നുണ്ട്. ചിലര് നമ്മളെ ഉപേക്ഷിക്കുമ്പോഴാണ് മഹത്തരമായത് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ ലോകത്ത് വിലയുള്ള പലതും അങ്ങേ ലോകത്ത് വിലയില്ലാത്തതാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി താൻ മരിക്കുമ്പോഴുള്ള 3 ആഗ്രഹങ്ങളിൽ ഒന്ന് തന്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിക്ക് പുറത്തേക്ക് ഇടണം. ലോകം മുഴുവൻ പിടിച്ചടക്കി അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി പറയുകയാണ്, ഇത് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ എൻ്റെ കൈകൾ പുറത്തേക്കിടണം. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ അവൻ എന്ത് പ്രയോജനം? ലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിന്റെ വില തിരിച്ചറിയുവാൻ, നിത്യജീവന്റെ വില തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തിൽ വളരണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിന്റെ ഉപമ പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം, വിലയേറിയ മുത്ത് കണ്ടപ്പോൾ മറ്റുള്ളതെല്ലാം വിറ്റ് അതിനുവേണ്ടി ത്യാഗം സഹിച്ചു, അതിനെ ഉപേക്ഷിച്ചു. നമ്മൾ പാടാറുണ്ട്, മായയായ ഈ ലോകത്ത് ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാം യേശുവിൽ ആശ്രയിക്കുക. മായയായ ഈ ലോകം, അതിനെ ആശ്രയിക്കുന്ന നമ്മൾ പരാജയപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അതിനെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണ ഒരു വിളിയാണ് നമുക്കുള്ളത്. മോശയോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? മോശ പറയുന്ന ഒരു വടി. മോശയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിലയുള്ളതാണ്. കാരണം ചെങ്കടൽ പിളർക്കാനും പാറയെ പിളർന്ന് വെള്ളമൊഴുക്കുവാനും തൻ്റെ ആടുകളെ മേയ്ക്കുവാനും ഒക്കെയുള്ള തൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഒരു ഇടയനെ സംബന്ധിച്ച് അവന്റെ പരിപാലനത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇടയവടി. അത് മോശയെ വലിയ വിലയുള്ളതാണ്. മോശയോട് വലിയ സമ്പാദ്യമായിട്ട് കർത്താവ് പറയുന്നു, നീ അതിനെ താഴെ ഇടണം. ദൈവത്തിന്റെ ശക്തിയുടെ പാരമ്യത തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ എല്ലാം, നിനക്ക് ശക്തി ഉള്ളത് എന്ന് തോന്നുന്നതിനെ എല്ലാം
താഴെ ഇടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നാം നമ്മെ തന്നെ ബലഹീനമാക്കുന്നിടത്താണ് ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മെ അറ്റാച്ച് ചെയ്യുന്ന പലതിനോടും നോ പറവാൻ, അതിനെ കൈവിടുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു യുവാവ് കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട്, നീ നിത്യജീവൻ പ്രാപിക്കാൻ എന്ന് പറയുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ നിന്റെ സമ്പാദ്യം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറയുന്നു. ഉപേക്ഷിക്കലിന്റെ ഒരു മനസ്സ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വേറൊരു ചിന്തയായിട്ടാണ്, പക്ഷെ ഞാൻ ഈ സമയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നെ അകറ്റുന്ന ലോകബന്ധങ്ങൾ, അതിനെ ഉപേക്ഷിക്കാൻ നിനക്ക് കഴിയണം. ഒരുപക്ഷെ പണമാകാം, നമ്മുടെ അഹംഭാവമാകാം, അഹംബോധമാകാം, പദവികളെ കുറിച്ചുള്ള നമ്മുടെ വലിയ ആഗ്രഹങ്ങളാകാം, ക്ഷമിക്കപ്പെടുവാനാകാത്ത നമ്മുടെ മനസ്സാകാം, നമ്മുടെ ഭൂതകാലങ്ങളിലെ പാവങ്ങളാകാം. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്ന രണ്ടാമത്തെ കാര്യം, ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസത്തിൽ അബ്രഹാം ആയിത്തീർന്നു. അവസാനമായി അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുന്നത് ഒരു ആശ്രയ ജീവിതമാണ്. ആശ്രയിക്കുന്ന വിശ്വാസമാണ് ദൈവം അബ്രഹാമിനെ അഭ്യസിപ്പിച്ച മറ്റൊരു പാഠം. സഹായത്തിനോ ആശ്രയത്തിനോ മറ്റൊന്നിനെ ആശ്രയിക്കാതിരിപ്പാൻ, അവൻ ആശ്രയിക്കാം എന്ന് തോന്നിയതിനെല്ലാം ദൈവം അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ആദ്യം അവന്റെ പിതൃഭവനം, വേണ്ടപ്പെട്ടവര്, കൃഷിയിടങ്ങൾ, ഇതൊക്കെ ഒരു കാലത്ത് വലിയ ആശ്രയിക്കാവുന്ന സംഗതിയായിരുന്നു. അതിനെ മാറ്റി മണലാരണ്യത്തിൽ കൂടി നടത്തുമ്പോൾ അവൻ ആശ്രയമായി കണ്ടതിനെല്ലാം ദൈവം അവനിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. സഹായത്തിന് കൂടെ ഉണ്ടായിരുന്ന സഹോദരപുത്രൻ ലോത്ത്, ഹാഗാറ്, ഇസ്മയിൽ എന്നിന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ ബലിപീഠത്തിൽ വെക്കുന്നത് വരെയും ദൈവം ആശ്രയ ജീവിതം അവനെ പഠിപ്പിക്കുക. യാഗപീഠത്തിൽ ബന്ധിതനായി തന്റെ ഏകജാതനായ പുത്രനെ ബലികല്ലിൽ വെച്ച് അവന്റെ നേരെ വാൾ ഓങ്ങുമ്പോൾ നാം ഓർക്കണം, അബ്രഹാമിന് ഇന്ന് തന്റെ ജീവിതത്തിൽ ആശ്രയിക്കുവാൻ മറ്റൊന്നും ഇല്ല. അബ്രഹാമിന് ആശ്രയിക്കാൻ മറ്റൊന്നും ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്കാണ് ദൈവം കൊണ്ടെത്തിക്കുന്നത്. ദൈവം നിന്റെ ആശ്രയത്വത്തിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിന്നെ തകർക്കുവാനല്ല, അവനെ തന്നെ ആശ്രയമായി നീ മനസ്സിലാക്കുവാനാ. അവനെ തന്നെ ആശ്രയമാക്കുന്നത് നിന്നെ പഠിപ്പിക്കുവാനാ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ വാക്യം പറയുന്നുണ്ട്, കഴുകൻ തന്റെ കൂട് അനക്കി. ഇവിടെ കഴുകനെ ഒരു ദൈവത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കഴുകന്റെ പ്രത്യേകത, അത് ഏറ്റവും ഉയരത്തിലാണ് കൂടുണ്ടാക്കുന്നത്. ഉയരമുള്ള പർവ്വതത്തിലെ ഉച്ചത്തിലുള്ള മരത്തിൽ, അതിന്റെ ഉച്ചത്തിലുള്ള ശിഖരത്തിലാണ് അത് കൂട് ഉണ്ടാക്കുന്നത്. അവിടെ അതിന്റെ കുഞ്ഞുങ്ങൾ പറക്കമുറ്റാറാകുമ്പോൾ തള്ളപ്പക്ഷി അതിന്റെ കൂട് അനക്കും. അതിന്റെ സോഫ്റ്റ് ഗ്രാസുകളെല്ലാം എടുത്തു മാറ്റും. ഒരു അരക്ഷിത അനുഭവം അവർക്കുണ്ടാക്കും. ഇത് കുഞ്ഞിപ്പക്ഷികൾക്ക് വലിയ അരോചകമുണ്ടാക്കുന്നതാണ്, അതിന്റെ സുരക്ഷിത ബോധം നഷ്ടപ്പെടുത്തുന്ന. എന്നാലും തള്ളപ്പക്ഷി ഇതിന്റെ പ്രവർത്തനം തുറന്നുകൊണ്ടായിരിക്കും. അത് അതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഈ കുഞ്ഞു പക്ഷികൾ ഇതേ സ്ഥാനത്തിരുന്നാൽ അത് ഒരിക്കലും പറക്കാൻ പഠിക്കില്ല. അതിന്റെ ചിറകുകൾക്ക് കരുത്തും ബലവും ഉണ്ടാകത്തില്ല. പ്രകൃതിയോട് മല്ലിടാനുള്ള കരുത്ത് ആർജിക്കുകയില്ല. അതുകൊണ്ട് അതിന്റെ കംഫർട്ട് സോണിൽ നിന്ന് ദൈവം അവരെ മാറ്റുന്നു. മഹാദൈവത്തിന് നിന്നെ കൊണ്ട് പല ഉദ്ദേശമുണ്ട്. നിന്നെക്കുറിച്ചുള്ള അവന്റെ ഉദ്ദേശ നിവർത്തി സാധ്യതമാക്കുവാൻ അവൻ ചിലപ്പം നിന്റെ കൂട് അനക്കും, അഥവാ നിന്റെ ജീവിതത്തെ സ്പർശിക്കും. നിന്റെ ജീവിതത്തെ സ്പർശിക്കുന്നത് ഒരുപക്ഷെ രോഗത്തിലൂടെയാകാം, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെയാകാം, ഇല്ലായ്മയിലും വല്ലായ്മയിലും കൂടിയാകാം, പല വേർപാടിന്റെ അനുഭവങ്ങളാകാം, പലതരത്തിലുള്ള നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളുടെ കൂരമ്പുകളാകാം. പക്ഷെ ഇവിടെ ദൈവം കൂടനക്കിയിട്ട് നിന്നെ അതിന്റെ സ്ഥാനത്ത് നിറക്കി വിട്ടിനെ അനാഥമായി വിടുകയല്ല. ഇവിടെ ഈ കഴുകനെ കുറിച്ച് പറയുന്നത്, ഈ കഴുകൻ നിന്റെ മീതെ പറക്കും, നിന്റെ കീഴെയും
താഴെയും ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളുണ്ട്. താഴേക്ക് വീഴുവാൻ തുടങ്ങുമ്പോൾ അതിന്റെ ചിറക് ഉടർത്തി ആ ചിറകിന്മേൽ അതിനെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ് അവിടെ ആ ഭാഗം പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയം, പൂർണ്ണമായ ആശ്രയം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 3 കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിശ്വാസത്തോടെ ആമീൻ പറയുവാൻ, അതെ എന്ന് പറയുവാൻ, മറുതലിക്കാതെ അത് അനുസരിക്കുവാനുള്ള സന്നദ്ധ. ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സകലതിനെയും മാറ്റി നിർത്തി ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിധേയത്വം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എൻ്റെ തമ്പുരാൻ എനിക്ക് മതി, ആ അദൃശ്യ സാന്നിധ്യം എന്നെ വലയം ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ, ഉറച്ച അനുഭവത്തിൽ, ദൈവാനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, ഇന്ന് നമുക്ക് പുറമേ ഉള്ള വിശ്വാസവും ചടങ്ങുകളും ഒക്കെ ധാരാളമുണ്ട്. അത് വിശ്വാസത്തിന്റെ നിദർശനങ്ങളായ എല്ലാത്തിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയം. നേടിയെടുക്കുക, ആർജിക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവഹിതത്തിന് പൂർണ്ണമായി അർപ്പിക്കുവാൻ കഴിയുന്ന, സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സായി തീരണം. പ്രാർത്ഥന ജീവനുള്ള ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനായിട്ട് മാറണം. ലോകത്തിൽ നിന്ന് ഉയർന്ന് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. പ്രതിബന്ധങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും തകർച്ചകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം നമ്മെ ഭരിക്കണം. പരിശുദ്ധ ശിഷ്യന്മാർക്ക് കർത്താവിന്റെ ഫിസിക്കൽ പ്രസൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് പോയി. എന്നാൽ തമ്പുരാൻ ജീവിക്കുന്നതായി അവര് തിരിച്ചറിഞ്ഞപ്പോൾ ആ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വരികയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിലാണ് ക്രിസ്തീയ സഭ പണിയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് തിരുമേനിയോടും ഇവ്വേച്ചനോടും നെല്ലിടേത ഐസക് അച്ഛനോടും എലിസബത്ത് ആന്റിയോടും ഷിനിയോടും ഷീനയോടും കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബിന്നി കുരുവിള അച്ഛനിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന കണ്ണിയും വിശ്വാസത്തിന്റെ അചഞ്ചലമായ സ്നേഹം നമ്മളെ പരിചയപ്പെടുത്തിയതുമായ അബ്രഹാമിന്റെ ജീവിതത്തെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അംശങ്ങളെ പുനർനിർവചനം ചെയ്യുവാനുള്ള ഒരു വലിയ അവസരം ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് വേണ്ടി ഒരുക്കി. പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഉൽപ്പത്തി പുസ്തകം. ഈ പുസ്തകമാണ് സകല കാര്യങ്ങളുടെയും ചരിത്രരേഖ. സൃഷ്ടിയുടെ ആരംഭം, ജീവജാലങ്ങളെ കുറിച്ചുള്ള പരാമർശം, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ലോകത്തിന് കാലഘട്ടങ്ങൾക്ക് മുമ്പേ തന്നെ ലഭ്യമാകുവാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടൊരു ചരിത്ര പുസ്തകത്തിൽ നിന്നും അതിന്റെ 12-ാം അധ്യായത്തിലെ വിശ്വാസികളുടെ വീരനായ അബ്രഹാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. വളരെ വ്യക്തമായും നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലും ഭാഷയിലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ അച്ഛന് സാധിച്ചു എന്നുള്ളത് അച്ഛൻ്റെ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. അബ്രഹാമിനെ നമ്മൾ കാണുന്നത് എ ഫൗണ്ടേഷണൽ ഫിഗർ ഇൻ ദ ഹോളി ബൈബിൾ. പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ചൊക്കെ ആദ്യം പറയുന്നുണ്ട്, നോഹയുടെ കാലഘട്ടം പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളുടെ ഒരു സമൂഹം ദൈവത്തോട് കൂടെ ഉണ്ടെന്ന് തുടർന്നുള്ള തലമുറയെ പഠിപ്പിക്കുന്ന ഒരു ചരിത്ര നിയോഗം ഏറ്റെടുക്കുന്ന എ ഫൗണ്ടേഷണൽ ഫിഗർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് എബ്രഹാം. അബ്രാം എന്ന വാക്കിൽ നിന്നാണ് അബ്രഹാം, വിശ്വാസം ഉറച്ചപ്പോഴാണ് അബ്രാം എന്ന വാക്കിൽ നിന്ന് അബ്രഹാം എന്ന വാക്കിലേക്ക് അദ്ദേഹത്തിന്റെ പേരിന് പോലും പരിണാമം സംഭവിച്ചത്. ഒപ്പം ഹി ഈസ് എ റോൾ മോഡൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. അച്ഛൻ പറഞ്ഞതാണ്,
എങ്കിലും ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമ്മളിങ്ങനെ കൂടെ ഓർമ്മയിലോ പ്രസംഗത്തിലോ വരുത്തി തീർക്കുന്നതോടൊപ്പം നമ്മുടെ ശുശ്രൂഷകളെ ഒന്ന് പരാമർശിച്ചാൽ, വിവാഹ കൂദാശയുടെ 2ാം ഭാഗം ആരംഭിക്കുമ്പോൾ പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് സ്ലീബായും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മണവാളനെയും മണവാട്ടിയും ആശീർവദിക്കുമ്പോൾ ഒരു ഗാനം ആലപിക്കും. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം വിവാഹം കഴിച്ചവരാണെന്ന് എൻ്റെ വിചാരം. ദിവസം മറന്നുപോയി കാണും. ആളിനെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തെ നല്ല ഓർമ്മ കാണും. പക്ഷേ എന്താ പാടിയത്? ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ. അബ്രഹാം, സാറ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അങ്ങനെയുള്ള വഴി നടത്തിയ ദൈവം. അതിന്റെ ഓരോ പ്രാർത്ഥനയും സദറ നോക്കിയാല്, എത്രയോ പ്രാർത്ഥന നോക്കിയാല്, ദമ്പതിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നോക്കിയാല്, കൈപിടിപ്പിക്കുമ്പോൾ ഇതെല്ലാം പറയുന്നത് അബ്രഹാമിനെയും സഹാക്കിനെയും യാക്കോബിനെയും വഴി നടത്തിയ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അതെല്ലാ സഭയിലും ഇതിനകത്ത് വലിയ വ്യത്യസ്തതകളൊന്നുമില്ല. അപ്പോൾ അത്ര ശക്തമായി പ്രതിപാദിക്കാൻ പറ്റുന്ന ഒരു ദൈവനിശ്ചയത്തിന്റെ പ്രതീകമായിട്ട് അബ്രഹാമിനെ അവതരിപ്പിക്കുമ്പോൾ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ കവനന്റ് റിലേഷൻഷിപ്പ്. മോശയ്ക്കാണ് ദൈവം കൃത്യമായി ഇത് കൊടുക്കുന്നത്. അത് പിന്നീട് നമ്മൾ വായിക്കുന്നെങ്കിൽ ആദ്യമായിട്ട് ഉടമ്പടിക്രമം എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ കോൺട്രാക്ട് എന്നൊരാശയം വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിന്റെ കാലഘട്ടത്താണ്. വീണ്ടും പറയാം, ഹി വാസ് ദ ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. സകല വിശ്വാസികളുടെയും പിതാവായി അചഞ്ചലമായ വിശ്വാസം ലോകത്തിനും ജനത്തിനും സമൂഹത്തിനും പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അതും അബ്രഹാമാണ്. അച്ഛൻ പറഞ്ഞ് പ്രതിപാദിച്ച 12ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആൻസസ്റ്റർ ഓഫ് മെനി നേഷൻസ്, സകല ജാതികളുടെയും തലവനായിട്ട് നിന്നെ ഞാൻ ആക്കാൻ പോവുകയാണ്. നമ്മളെയൊക്കെ അങ്ങനെ ആക്കിയിരുന്നെങ്കിലോ? ഒരു ചെറിയ ചുമതല പള്ളി തന്നാൽ അത് വേണ്ടാന്ന് പറയുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ചിലരൊക്കെ ഏറ്റെടുക്കുമായിരിക്കും, പക്ഷെ മെജോറിറ്റിയും പറയും അത് അച്ഛൻ മറ്റേയാളെ അങ്ങ് ഏൽപ്പിക്കാൻ പറയും. പക്ഷെ അബ്രഹാമിന് കിട്ടിയ നിയോഗം സകല ജാതികളുടെയും തലവനാകാനുള്ളൊരു ഭാഗ്യം. വീണ്ടും പ്രോജെനിറ്റർ ഓഫ് ദ മെസ്സായ, ദ കൺസെപ്റ്റ് ഓഫ് മെസ്സായ, മശിഹ വരുന്നു എന്നുള്ളത് പഴയ നിയമകാലഘട്ടത്തിൽ പ്രകടമായും പ്രബലമായും നിൽക്കുന്ന ഒരു ആശയമാണെങ്കിലും അങ്ങനെ ഒരു മശിഹ വീണ്ടെടുപ്പിനായി വരും എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നത് അബ്രഹാമിന്റെ വാക്കിലൂടെയാണ്. അതിനെല്ലാം കൃത്യമായി അദ്ദേഹം ജീവിതത്തിൽ ക്രമപ്പെടുത്തിയ 3 വിഷയങ്ങളെയാണ് അച്ഛൻ അവതരിപ്പിച്ചത്. ഒന്ന്, ദൈവഹിതത്തിന് അനുരൂപമായി പ്രതികരിച്ച ഒരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ. എന്തിനോടും ദൈവനിശ്ചയത്തിന്റെ ഭാഗമായി പ്രതികരിക്കുക, യെസ് പറയുക, അല്ലെങ്കിൽ അത് അനുസരിക്കുക, അല്ലെങ്കിൽ അതിന് അനുരൂപമാകുക. ഒപ്പം ത്യാഗപരമായ ഒരു മനോഭാവം തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ ഇതേ തുടർന്ന് 3 കാര്യങ്ങൾ പറഞ്ഞതും ഞാൻ ഈ പറഞ്ഞ വിഷയത്തോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന നല്ല ആശയങ്ങളാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല സന്ദേശം നമ്മുടെ ജീവിതത്തിലും അതുമായി ബന്ധപ്പെട്ട ചില അനുരൂപങ്ങൾ, വ്യത്യാസങ്ങൾ, ചില സുഗന്ധങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ശക്തമായ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പൂർണ്ണമാക്കുകയാണ്. ബഹുമാനപ്പെട്ട ബെന്നി കുരുവിള അച്ഛനെയും അച്ഛൻ്റെ കൊച്ചമ്മയും മക്കളെയും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം പിതാവിനെ പോലെ വചനം കേൾക്കാനും അനുസരിക്കാനും അനുഗ്രഹിക്കപ്പെടാനും നമ്മയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അബ്രഹാം പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയും നാം ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ കാലയളവിൽ പൊടിയും ചാരവുമായ അടിയങ്ങൾ, കർത്താവെ, യുദ്ധത്തിന്റെ കെടുതിയിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കാനായിട്ട് നമ്മയും സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കാനും അനുസരിക്കാനും എന്ത് പറഞ്ഞാലും നമ്മുടെ ലിസ്റ്റുകൾ അങ്ങോട്ട് നിരത്തുന്നതിലുപരി ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. ഏതാണ്ട് 90-നടുത്ത് ആൾക്കാർ നമ്മുടെ ഒരുമിച്ച് വന്നതാകുന്നു. പരിശുദ്ധ മാതാവിന്റെ നേതൃത്വത്തിൽ ആളുകൾ കൂടി വന്നതുപോലെ, ഒരേ ആത്മാവിൽ കൂടി വന്നതുപോലെ നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മയിൽ ഒരുമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി
കർത്താവെ, മാമോദീസ മൂലം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനും അതിന്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാനായി നാം ഇരിക്കുമ്പോൾ കർത്താവെ, കരുണ തോന്നണമേ. അവിടുത്തെ കൃപ കൊണ്ട് മാത്രമേ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയുള്ളൂ. ഞങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള ഞങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള മക്കളെ ഞങ്ങൾ അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പക, ഈർഷ്യ, കോപം, ക്ഷമിക്കാൻ കഴിയാത്തത്, മറക്കാൻ കഴിയാത്ത എല്ലാം കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനത്തിന് ശ്രദ്ധയോടെ കേൾക്കാനും അതനുസരിച്ച് ചെയ്യണം. എന്തു വന്നാലും അവിടുത്തെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവ തിരുമേനി അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയിൽ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപ കൊടുക്കണമേ. എല്ലാ സഭാ നേതാക്കന്മാരെയും ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഒരുമിച്ച് അവിടുത്തെ കുരിശിന്റെ ചുവട്ടിൽ ഐക്യതയോ സ്നേഹത്തോടെ അണിനിരക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഭദ്രാസനത്തെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. എല്ലാ അഭിവന്യ തിരുമേനിമാരെ, എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സമർപ്പിക്കുന്നു. സിസ്റ്റർമാർ, ദേറാപ്പെട്ടക്കാർ, ആത്മീയ സംഘടനയുടെ നേതാക്കന്മാർ, ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ച എല്ലാവരെയും ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. ഒപ്പം ഓരോരുത്തരുടെയും ഇടവക ദൈവാലയത്തെ സമർപ്പിക്കുന്നു. ഇടവക പുരോഹിതന്മാരെ സമർപ്പിക്കുന്നു. ദൈവനമ്പുരാനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ് ഓരോരുത്തരെ പേരുപേരായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. സിക്കായിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, തിരുമേനിമാരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. പൈമരിച്ചനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ സമർപ്പിക്കുന്നു. അതുപോലെ എല്ലാ അഭിഷിക്തരെയും പ്രാർത്ഥന റിക്വസ്റ്റ് വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ശാന്ത തോമസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മേരി സക്കറിയ, ഷാനു തോമസ്, അരുൺ ഇവരെ ഓർത്ത് സ്തോത്രം. ടെറി, UK-യിലുള്ള ടെറിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓസ്റ്റിനിലുള്ള ആനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഡിട്രോയിറ്റിലെ മറിയാമ്മ മാത്യുവിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന റിക്വസ്റ്റ് വയ്ക്കുന്നത്. ആക്സിഡന്റിലായ ലിസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അച്ഛൻ്റെ പിതാവായ തോമസ് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജോർജ് മാത്യു, വെല്ലൂരിൽ ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത പ്രിയപ്പെട്ട സഹോദരനെ സമർപ്പിക്കുന്നു. ഏബ്രഹാം സക്കറിയ, ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരനെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കും. നമുക്ക് സൗഖ്യം ലഭിച്ച ഓർത്ത് സ്തോത്രം ചെയ്യും. സൗഖ്യം ലഭിക്കാനിരിക്കുന്നവരെയും ഏതവസ്ഥയിലായാലും ദൈവമേ കൃപ തരണമേ എന്ന് ദൈവസന്നിധി നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള അവർക്ക് ലഭിച്ചിട്ടുള്ള റിക്വസ്റ്റുകൾ, അവർക്ക് മനസ്സിലുള്ള അപേക്ഷകൾ ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാ ബർത്ത്ഡേസ് ആയ മക്കള് ഏബ്രഹാം, ആനി, മാത്യു, ലത, വിൽസൺ, എല്ലാ ബർത്ത്ഡേസ് ആയവരെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ന്യൂ ബോൺ ആയ 2-3 കുഞ്ഞുങ്ങളുണ്ട്. ജീതനച്ഛൻ അഞ്ജിഷ കൊച്ചുമ്മയുടെ, ബ്രയൽ മറിയം കുഞ്ഞിനെ, അതുപോലെ RG അച്ഛൻ ആൻഡ്രിയ കൊച്ചുമ്മ, ജെനിവീവ് മറിയം ജോർജ് കുഞ്ഞ്, ബ്രയൻ നിഷയുടെ മകൻ എലിയറ്റ് സാമുവൽ മാത്യു. ഈ 3 കുഞ്ഞുങ്ങളെയും സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുകയും പ്രയർ ഫാമിലിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ധാരാളം പ്രതിസന്ധികൾ അനുഭവപ്പെട്ടിട്ട് വീണു പോകാതെ ദൈവമേ കാത്തുകൊള്ളണമേ, വിശ്വാസം വിട്ട് അകന്നു പോകാൻ ഇടയാകരുതേ എന്ന് അപേക്ഷിക്കുന്ന അനേകം മക്കളുണ്ട്. ഇഷയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഷീജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളുണ്ട്. പ്രതിസന്ധിയിലും ദൈവസന്നിധി തുറന്നു പോകാതെ വീണു പോകാതെ ഇരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്, ജോലി തിരിച്ചു കിട്ടിയവരെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് അലൻ, ലേയ ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അപേക്ഷിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ദൈവമേ, ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുന്നവര്, മത്സര പരീക്ഷകൾ എഴുതിയിട്ട് പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും എഴുതേണ്ടിയവര്, ഇന്ന് പുതുതായി ജോലി കിട്ടി
ജോലിക്ക് പോകുന്നവരെങ്കിലും അത് സന്തോഷത്തോടെ അല്ലാതെ എന്തായിത്തീരും എന്നുള്ള ആങ്സൈറ്റി ഉള്ളവര്, ഡിപ്രഷൻ ഉള്ളവര്, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവര്, ഈ കറന്റ് സിറ്റുവേഷനിലുള്ള പല പല പ്രശ്നങ്ങൾ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത പല പ്രശ്നങ്ങളുള്ളവര്, പല ഊർജത്തെ മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്നതിന് പകരം ലോകത്തിൻ്റെതായ പല ഊർജത്തെ അവരറിയാതെ തന്നെ പിന്തുടർന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കളെ ദൈവസന്നിധിയിലോട്ട് സമർപ്പിക്കാം. വചനം വായിക്കാനും പ്രാർത്ഥിക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും കൂദാശ പങ്കെടുക്കുവാനും അവർക്ക് കഴിയണമേ, അവർക്ക് സാധിക്കണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് അപേക്ഷിക്കാം. നാം ശുദ്ധീകരിക്കപ്പെടുന്നവരിപ്പോൾ നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ശുദ്ധീകരിക്കപ്പെടണമേ എന്ന് കണ്ണുനീരോടെ യാചിക്കാം. തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും, നമുക്ക് വിശ്വസിക്കാം. 2 ആൻമാര്, 2 എലിസബത്ത്മാര്, ലോറൻസ്, ഹാന, ആൽബിറ്റ്, കാരലിൻ, മാത്യു, എവ്ലിൻ, ജെഫേഴ്സൺ, ജോഷുവയ്ക്കും വേണ്ടി സ്തോത്രം പറയുന്നു. ലഹരി, മദ്യം ഇവയ്ക്ക് അടിമപ്പെടുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്റർനെറ്റിന്റെ അടിമത്വവും അതേപോലെ തന്നെ ഉപകാരത്തിനേക്കാൾ ഉപദ്രവവും പല സമയത്തും ചെയ്യുന്നുണ്ട്. അതേ ഓർത്ത് നമുക്ക് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സെമിനറിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം നാം പറഞ്ഞു. വീണ്ടും അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ഈ ആഴ്ചകളിലൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വഹിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സിനി, സിസി, സ്മിത, സോണിയ, സുധി, സ്റ്റെഫി, സുജി, സൂസി, ടെസ്, വർഷ, സോണിയ, 2 പിങ്കിമാർ, ഏഞ്ചൽ. ധാരാളം മക്കളുടെ അപേക്ഷയുണ്ട്. ദൈവത്തിന്റെ ഉദരഫലം ദൈവത്തിന്റെ ദാനമാകുന്നുവല്ലോ. അവരെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രത്യേകമായി നമുക്ക് തുടരെയും പ്രാർത്ഥിക്കേണ്ട കടമ നമുക്കുണ്ട്. അവരെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഉള്ള മക്കള് ഗിഫ്റ്റി, എലിശുബ, ഫേബ, ആർലി, എലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, മെറിൻ, നിധി, രജനി, ഡാർലി, ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ദൈവത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വിവാഹ ജീവിതം ഒരു വലിയ ഒരു കർത്താവ് ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹമാകുന്നു. കുഞ്ഞുങ്ങളെ പാർട്ട്നേഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്ന സിറിൽ, ബെന്നി, സോഹൻ, ഏബൽ, കാരൾ, ജെറമി, മിനു, ടാഷ, അലൻ, താര, ജെഫേഴ്സൺ, മറിയ, ടിഷ, ടീന, സേറ, സൽമ, ഇതോടൊപ്പം അനേകം കുഞ്ഞുങ്ങളുണ്ട്. തക്കതായൊരു തുണയെ കണ്ടുപിടിക്കാൻ ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റീകൺസ്ട്രക്ഷനിലിരിക്കുന്ന ചർച്ചസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഡിട്രോയിറ്റിലെ സെയിന്റ് ഗ്രിഗോറിയോസ് ചർച്ച് May 8, 9 അതിന്റെ ഡെഡിക്കേഷൻ ആവുന്നുവല്ലോ. ശലോമോൻ ദേവാലയത്തെ ഡെഡിക്കേറ്റ് ചെയ്തതുപോലെ ദൈവാലയത്തെ ഡെഡിക്കേറ്റ് ചെയ്ത് അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. PCOച്ചിന് വേണ്ടി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാൽഗറി ചർച്ച് ജോർജ് വർഗീസ് അച്ഛന് വേണ്ടി 29, 30 അതിന്റെയും ഡെഡിക്കേഷൻ ആവുന്നല്ലോ. നമുക്ക് പ്രത്യേകമായി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. സെന്റ് ഗ്രിഗോറിയസ് ഹ്യൂസ്റ്റൺ, സെന്റ് സ്റ്റീഫൻസ് ഹ്യൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയസ് ഡാലസ്, അതുപോലെ നാളെ അവർക്ക് നടക്കാനിരിക്കുന്ന സ്പ്രിംഗ് എക്സ്പോ പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്, പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ വർഗീസ് സഹോദരിയുടെ മാധ്യസ്ഥവും സഹോദരിയുടെ നടക്കുന്ന എല്ലാ പെരുന്നാളുകളും അനുഗ്രഹപ്രദമാകണം. സഹോദരിയുടെ എല്ലാ രക്തസാക്ഷിയായി തീർന്ന സഹോദരിയുടെ ജീവിതത്തെയും നമുക്ക് പിന്തുടരാം. വാങ്ങിപ്പോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. ആദ്യ ബസേലിയോസ് പൗലോസ് പ്രഥമൻ തിരുമേനയുടെ ആത്മാവിനെ സമർപ്പിക്കുകയും മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്നു. ഫാദർ FP ഫിലിപ്പ് കോർപ്പിസ്കോപ്പയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അലക്സാണ്ടർ കുര്യനച്ചന്റെ സഹോദരി സാറാമ്മ ജോർജ്, പ്രിയപ്പെട്ട സഹോദരിയുടെ ഫ്യൂണറൽ നടക്കുന്ന സമയമാവുന്നു. ആത്മാവിനെ സമർപ്പിക്കുകയും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ അഭിഷിക്തരും അല്ലാത്തവരുമായ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സമർപ്പിക്കുകയും ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. യുദ്ധക്കെടുതിയിലിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടും സാമ്പത്തിക ക്ലേശം കൊണ്ടും വലയുന്നവര്, മെഡിക്കൽ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹന, ശാലയും
കാരുണ്യ നിലയം ആശ്രയ ഈ വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്ത് ക്ഷേമമായി എത്തിയിരിക്കുന്നവര്, നാഷണൽ ഇന്റർനാഷണൽ ജേർണി ചെയ്യുന്നവര്, ഡ്രൈവർമാര്, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നവരെല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശാന്ത തോമസ് ആണ് പ്രാർത്ഥിക്കുന്നത്. ശാന്ത പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശാന്തയും കുടുംബത്തെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹവാനായ പിതാവേ, നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഞങ്ങൾ കൂടി വരുന്നു. ഒരേ മനസ്സുള്ളവരായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അങ്ങ് ഞങ്ങൾക്ക് കൃപയോടെ അരുളി ചെയ്തതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾ മുൻതുണ കൊടുക്കണമേ. നീ നിന്റെ സ്നേഹം ചൊരിയുവാൻ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. തിരിച്ച് നിന്നെ ഞങ്ങൾ അതുപോലെ സ്നേഹിക്കേണ്ടതാണ്. പലപ്പോഴും ഞങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയം ചിലവിടുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ ചെയ്യാമണ്ണം സ്നേഹിക്കുവാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ആവാസം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. യേശുവിനെ പോലെ ആകുവാനും യേശുവിന്റെ സ്നേഹത്തിൽ നിറയുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീയും അതാണല്ലോ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് വിരോധമായി ഞങ്ങളിൽ നിന്നും വന്നുപോയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വിചാരങ്ങളെയും സംസാരങ്ങളെയും ഓർത്ത് ഞങ്ങൾ വേദനിക്കുന്നു. അവയെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞു. ഞങ്ങളെ നീ പരിശുദ്ധരാക്കണമേ. നീ പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞങ്ങളും പരിശുദ്ധരാകണമേ. ഞങ്ങളുടെ അശുദ്ധിയെ അവിടുന്ന് എടുത്തു മാറ്റി നിന്റെ കൃപയാൽ ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ഉള്ള ദീനക്കാർക്ക് വേണ്ടി, സുഖമില്ലാതിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വിധത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരായ അവരെ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ പ്രേയർസിലുള്ള എല്ലാ ആളുകളെയും അവരുടെ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സുഖപ്പെടുത്തുന്ന കൈകൾ അവരിൽ ആവസിച്ച് സൗഖ്യം കൊടുക്കണമേ. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ലല്ലോ. വേദനകളെയും പ്രയാസങ്ങളെയും അങ്ങ് തന്നെ മാറ്റിത്തരണമേ. മാനസികമായ വ്യതയിലിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശാരീരികമായും മാനസികവുമായുള്ള വേദനകൾ മാറ്റിത്തരണമേ. നിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി ഞങ്ങൾ മാറണമേ. നിന്നെ ഒന്ന് തൊടുവാനും ഇവർക്കെല്ലാവർക്കും കഴിയണമേ. നിന്നെ ശക്തി പുറപ്പെടട്ടെ. ഞങ്ങളിലുള്ള ഇരുട്ടിനെ മാറ്റി പ്രകാശം നിറയ്ക്കട്ടെ. നിന്റെ ശക്തിയോടെ നിന്റെ ആവാസത്തോടെ ഞങ്ങൾ എല്ലാവരും മാറ്റപ്പെടട്ടെ. 1-2 പേർ ഒരേ മനസ്സോടുകൂടി എവിടെ കൂടി വരുന്നോ അവരുടെ മധ്യേ നീ ഉണ്ടല്ലോ. ആ വാഗ്ദാനത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ നിന്ന് അകറ്റണമേ. നിന്റെ ശക്തി നിറയട്ടെ. അവിടുത്തെ ആശീർവാദത്താൽ ഞങ്ങൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. നീ ഞങ്ങളെ കാണുന്ന പോലെ ഞങ്ങളെ തന്നെ കാണുവാനും ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുവാനും അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. നിന്നിൽ വിശ്വസിക്കുന്നവരുടെ അപേക്ഷകളെ അവിടുന്ന് തള്ളിക്കളയുകയില്ലല്ലോ. വിശ്വസ്തനായ അങ്ങ് ഏതാപത്തിലും അടുത്ത തുണയാണ്. നിന്റെ വിശ്വസ്തയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, കുറ്റവും കുറവുകളുള്ള ഈ പ്രാർത്ഥനയെ അവിടുന്ന് കൈക്കൊള്ളണമേ. എല്ലാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആശീർവാദം ബാറക്കുമോർ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മെല്ലാവരുടെ മേൽ, ഞങ്ങൾ കൂടി വന്നവരുടെ മേൽ, കേട്ടതായ വചനത്തിന്റെ മേൽ, സംസാരിച്ച വൈദിക ശ്രേഷ്ഠന്റെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. ശാന്ത. Okay. Glory be to Triune God. Respected His Grace Dr. Thomas Marivanius Tirumeni, respected Isaac Achan, General Secretary Shini Kurian, Treasurer Sheena Punus, Main Speaker Benny Kurulachan, all Achans who are present here, Regional Secretaries and Unit Secretaries, and last but not least to all are present here today. It is a great privilege for me to thank you all. Tirumeni, thank you for encouraging us. I know Isaac Achan, Shini and Sheena are all very busy, and being here is also very encouraging. Isaac Achan did a great job in conducting this
meeting. As usual, he made it very interesting with his introduction and the short message. My special thanks go to the main speaker, Benny Kurulachan. I served with him for 3 years as General Secretary when he was the Vice President, so we had many memories to share. His message about the faith of Abraham is a great, it left a mark in our mind. He did it beautifully with many examples from the Bible. Next, our thanks go to the different people who read the Bible. Chinu Denny, Rita Thomas, Emily John, and also those who sang the song, the melodious songs, Elizabeth Paul and Chinu Moses. God bless them all. Another person we had to thank is Mrs. Elizabeth Aragan, who tirelessly coordinates this fasting prayer every week. On the top, she manages a prayer cell and a Bible reading program. We can see her dedication in everything she undertakes. May God see her effort and bless her with good health. Last but not least, I thank all others who are a part of this prayer group. Without you, a meeting like this is not possible. Let us pray for one another. I am sure that God will listen to our prayers. Let us all prepare ourselves for his second coming. Once again, I extend my thanks to everyone. Thank you.